3 പോലീസുകാരെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാറിൽ പിടിയിലായത് മാവോയിസ്റ്റ് ജാർഖണ്ഡ് സ്വദേശി സഹൻ ടുറ്റിയാണ് NIA പിടിയിലായത്. വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, 2021 ജാർഖണ്ഡിൽ 3 പോലീസുകാരെ ഇയാൾ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് മൂന്നാറിലെത്തുന്നു. എന്നാണ് ഇയാൾ മൂന്നാറിലെത്തിയത്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളുണ്ടോ? മാവോയിസ്റ്റ് ആണെന്ന് ഇപ്പോൾ സ്ഥിരീകരണമായിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, 1.5 വർഷം മുമ്പാണ് ഈ സഹൻ ടുഡി മൂന്നാറിലെത്തുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഭാര്യയുമൊത്ത് അതിഥി തൊഴിലാളിയായി കഴിഞ്ഞു വരികയായിരുന്നു. ഗൂഡാർവിള എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. 2021 ഈ സംഭവം നടക്കുന്നത്. അതായത് ജാർഖണ്ഡിൽ സ്ഫോടനത്തിലൂടെ 3 പോലീസുകാരെ കൊന്ന മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട്. അതിലെ പ്രധാനിയാണ് ഈ സഹൻ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സഹനെ കണ്ടെത്തി നൽകുന്നവർക്ക് ഇനാം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കാര്യമായി തന്നെ നടക്കുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ 2021 തന്നെ ജാർഖണ്ഡിൽ നിന്ന് ഈ സഹൻ സംസ്ഥാനം കടന്നതാണ്. പിന്നീട് 1.5 വർഷം മുമ്പ് മൂന്നാറിലേക്ക് എത്തുന്നു. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ കഴിയുകയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ സഹനൊപ്പം കേരളത്തിലേക്ക് കൂടുതൽ മാവോയിസ്റ്റുകളും ജാർഖണ്ഡിൽ നിന്ന് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പരിശോധനയും ഊർജിതമാക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സഹനെ ചോദ്യം ചെയ്ത് ഈ കൂടുതലായിട്ട് എത്തിയിരിക്കുന്ന ആളുകൾ എവിടെയൊക്കെയാണ് ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. നിലവിൽ ഇപ്പോഴെന്തായാലും ഈ പോലീസിന്റെ സംരക്ഷണയിൽ മൂന്നാർ സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ ഈ സഹൻ ഉള്ളത്. ഇന്ന് തന്നെ NIA സംഘം ഈ സഹനുമായി കൊച്ചിയിലേക്ക് പോവുകയും ചെയ്യും. രാഹുൽ, ഇപ്പോൾ ഈ സഹനിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ NIA സംഘം? ഇത് 4 വർഷം മുൻപുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്നതിനിടെ കേരളത്തിലേക്ക് കടന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ എങ്ങനെയാണ് ഈ NIA സംഘത്തിന് കിട്ടുന്നത്? ഈ അന്വേഷണം എങ്ങനെയായിരുന്നു രാഹുൽ? അന്വേഷണ രഹസ്യ വിവരത്തെ തുടർന്ന് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ സഹൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം രഹസ്യ വിവരമായി ലഭിക്കുകയായിരുന്നു. അതെങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ ആരറിയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. അത് അറിയിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സഹൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ഈ NIA സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണത്തിലായിരുന്നു ഈ NIA സംഘം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് സഹൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായത് എന്നാണ് NIA സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരവും. എന്തായാലും ഇതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അതിഥി തൊഴിലാളിയായിട്ട് ഇവിടെ ഭാര്യയ്ക്കൊപ്പം ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായും എടുത്തു പറയേണ്ടത്. ആ സംഭവത്തിന് ശേഷം, ഈ സ്ഫോടനത്തിന് ശേഷം 3 പോലീസുകാരെ കൊലപ്പെടുത്തിയതിനു ശേഷം ജാർഖണ്ഡിൽ നിന്ന് ഒരു സംഘമായി തന്നെയാണ് അവർ നാട് വിടുകയും ചെയ്തത്. പിന്നീട് 1.5 വർഷം മുമ്പ് ഈ മൂന്നാറിൽ ഗൂഡാർവിള എസ്റ്റേറ്റിലേക്ക് ജോലിക്കായി എത്തുന്നതും ഒരു സംഘമായി തന്നെയാണ്. ഭാര്യയും ഒന്നും നിലവിൽ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സഹനെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളൊക്കെ ഇനിയും ലഭ്യമായി വരേണ്ടതുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.